നമ്മളൊരു എൻഗേജ്മെന്റ് ചെയ്ത് ഉറപ്പിക്കുന്നതിന് വരെ നിക്കാഹ് ചെയ്ത് ഇത് ഉറപ്പിച്ചു. അങ്ങനെ ഒരു പിന്നെ എൻ്റെ മാസ്ക് ഇട്ടിട്ട് പറയണം, അപ്പൊ ചുണ്ടനക്കുന്നത് അറിയില്ലല്ലോ. അവിടെ നിന്നായിരുന്നു ചോദ്യം. എല്ലാവരും വന്നൊരു സന്തോഷം. ഇത് വളരെ പെട്ടെന്ന് നടന്നൊരു കല്യാണമാണ്, ഒരു അറേഞ്ച്ഡ് മാരേജാണ്. പിന്നെ മെയിനായിട്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഉദ്ദേശം നടത്തിയത് കൊണ്ടാണ് നമുക്ക് അല്ലേ ഇത്രയും അതെ ഈ ഒരു മീറ്റിങ്ങിന് ഇത്രയും സമയം എടുക്കേണ്ടി വന്നത്. എല്ലാം വളരെ നന്നായിട്ട് നടന്നു. എന്നിട്ട് നിങ്ങൾക്ക് അറിയണ്ടേ അത് പറഞ്ഞു. എൻ്റെ പേര് അമീൻ. അമീൻ ഒരു ആർട്ടിസ്റ്റാണ്. ഹീസ് എൻ ആങ്കർ, ഹീസ് എൻ ആക്ടർ. സൂര്യ ടി വിയിൽ സീരിയൽസ് ചെയ്തിരുന്നു ആസ് ഹീറോ. പിന്നെ ഞങ്ങളുടെ സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരുന്നു, ലാസ്റ്റാണ് ജോയിൻ ചെയ്തത്. പിന്നെ ബിഹാം വുഡ്സിൽ ഷോ ചെയ്യുന്നുണ്ടായിരുന്നു. സൂര്യ ടി വിയിൽ സൂര്യ കോമഡിയിൽ ഷോ ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ സ്ഥലം നാട് എടപ്പാളാണ്. ബൈ പ്രൊഫഷൻ ഹീസ് എൻ എഞ്ചിനീയർ, MBA ഗ്രാജുവേറ്റ്. പിന്നെ സ്ഥലം എടപ്പാളാണ്, മലപ്പുറം എടപ്പാളാണ്. എടപ്പാൾ പെരുമ്പറമ്പ് എന്ന് പറയും. എടപ്പാൾ പറഞ്ഞ അതെ എടപ്പാളാണോ? ഇല്ല, അവിടെ ശരി ശരി ശരി. ഇത് അറേഞ്ച്ഡ് മാരേജ് ആയതുകൊണ്ട് അല്ല, സ്വാഭാവികമായിട്ട് എല്ലാവരും ഊഹിക്കും അല്ലേ. ലൈക്ക് നമ്മൾ ഒരേ ഷോയിൽ വന്ന വ്യക്തികളാണ്, അതുകൊണ്ട് ലവ് മാരേജ് ആണ് ഊഹിക്കും എന്നുള്ളതുകൊണ്ട് എടുത്ത് പറഞ്ഞു തരാം. വേണമെങ്കിൽ ബ്രോക്കറെ കാണിച്ചു തരാം. ആരോട്? അവനോടോ? അയ്യോ, അവനോട് തോന്നിട്ടുണ്ട്. അതല്ലേ നമ്മൾ പിന്നെ ഫൈനലൈസ് ചെയ്തത് അല്ലേ. ഓഫ്കോഴ്സ്. ഇല്ല 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 ഇല്ല. നീ വന്ന് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. നല്ലൊരു പ്രൊപ്പോസൽ വന്നു, അതെ, അതുകൊണ്ട് പ്രൊസീഡ്. മാസ്ക് ഇട്ടിട്ട് പറയണം, അപ്പൊ ചുണ്ടനക്കുന്നത് അറിയില്ലല്ലോ. അവിടെ നിന്നായിരുന്നു ചോദ്യം. ഓക്കെ, എന്നാലും വലിയ സന്തോഷം. എല്ലാം നന്നായിട്ട് നടന്നു. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും വന്നതിൽ ഭയങ്കര സന്തോഷം കേട്ടോ. താങ്ക് യു. ഫാമിലി ആക്ച്വലി ആതിര, ഞങ്ങളുടെ രണ്ടാളും മ്യൂച്വൽ ഫ്രണ്ടായ ആതിരയുണ്ട്. ആതിരയാണ് രണ്ട് ഫാമിലിയിലും സംസാരിച്ചിട്ട് പിന്നെയാണ് ഞങ്ങളൊന്ന് പരിചയപ്പെട്ട് നോക്കിയത്. അങ്ങനെയാണ് മേ ബി 2 months. നമ്മളെ കുറിച്ച് വല്ല മറ്റേ ബയോഗ്രഫി എഴുതുമോ? അറിയാനൊക്കെ നമുക്ക് സമയം എടുത്ത് വേണം മനസ്സിലാക്കേണ്ടല്ലേ. ഇനിയാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഇത് പറയാം. ആക്ച്വലി ഇത് നിക്കാഹായിട്ടാണ്. നമുക്കിനി അമീൻ്റെ ഭാഗത്തു നിന്നൊരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. അമീൻ്റെ നാട്ടിൽ വെച്ചിട്ടായിരിക്കും. അതിൽ കുറച്ച് മാസങ്ങളുടെ ഒരു താമസമുണ്ട്. പ്രോബബ്ലി സെപ്റ്റംബർ ഒക്ടോബർ ടൈമിലായിരിക്കും. അമീൻ്റെ ബ്രദർ ആൻഡ് ഫാമിലി കാനഡയിലാണ്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ എടുക്കുന്നത്. നമ്മളൊരു എൻഗേജ്മെൻറ്റ് ചെയ്ത് ഉറപ്പിക്കുന്നതിന് വരെ നിക്കാഹ് ചെയ്ത് ഇത് ഉറപ്പിച്ചു. അങ്ങനെ ഒരു പിന്നെ എൻ്റെ ഫാമിലി ഭാഗത്തു നിന്നുള്ള ഫംഗ്ഷൻ ഇതാണ്. ഓക്കെ. കോസ്റ്റ്യൂം യെസ്. അതിൻ്റെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് ട്രിവാൻഡ്രത്തുള്ള ആല ബുട്ടിക്കാണ്. അതായത് സുരുമി ഡിസൈനർ സുരുമിയുടെ ആല ബുട്ടിക്കാണ് അതിൻ്റെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത്. മേക്കപ്പ് ഒക്കെ ചെയ്തിരിക്കുന്നത് ഷിവാസ് മേക്ക് ഓവറാണ്. പിന്നെന്താ, മെഹന്തി ചെയ്തത് ഇഷ്ക് മെഹന്തിയാണ്. ഇവൻ്റ് ചെയ്തിരിക്കുന്നത് മനുഷ്യത്തിന് ഇവിടെ പാഷൻ ഫ്രൂട്ട് ഇവൻറ്റ്സ് ആണ് അല്ലേ. ഇതൊക്കെയാണ് വിശേഷം. പിന്നെ തീർച്ചയായിട്ടും ഇപ്പം അമൃത ടി വിയിൽ കോമഡി മാസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് അഡ്വർടൈസ്മെൻറ്റ്സും ഒക്കെ പ്രോജക്ട്സ് ഒക്കെ ചെയ്യുന്നു. കുറേ മൂവീസ് റിലീസ് ചെയ്യാനുണ്ട്. നന്നായിട്ട് പോകുന്നു. ആരുടെ ആയിരിക്കും? നമുക്ക് പ്രാർത്ഥിക്കാം. ടീമിൻ്റെ കല്യാണം ഉടനെ നിർത്താം, അനുകളുടെ കല്യാണം നിർത്തിയ ഉടനെ അല്ലേ. സ്റ്റാർ മാജിക്കിൽ ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റിയില്ല. സോ ഹോപ്പ്ഫുള്ളി നമ്മളൊരു സെപ്റ്റംബർ ഒക്ടോബർ ടൈമിൽ അവർക്ക് വേണ്ടിയൊരു സ്പെഷ്യൽ ഒരു ഇവൻറ്റ് ഒരു ഫംഗ്ഷൻ നമ്മൾ എറണാകുളത്ത് നടത്തുന്നതായിരിക്കും. ഇതിപ്പോൾ തന്നെ ആസിസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നോബിച്ചേട്ടൻ, ജസീല, അനുമോള്, മൃദുല വന്നിട്ടുണ്ടായിരുന്നു. ശ്രീവിദ്യ, രാഹുൽ, തങ്കച്ചൻ ചേട്ടൻ, അഖിലേട്ടൻ. ഷീസ് ആക്ച്വലി അബ്രോഡാണ് ഇപ്പോൾ. ദുബായിൽ അബുദാബിയിലാണ്. വിളിച്ചായിരുന്നു, പറഞ്ഞായിരുന്നു. ഓക്കെ.